കാവിടണ്ട് ടെറാക്കോട്ട ക്യാമ്പിന് പെരുമ്പാവൂർ നാഗഞ്ചേരി മനയിൽ തുടക്കം കുറിച്ചു. കേരള ചിത്രകലാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാവിടം എന്ന പേരിൽ മാർച്ചിൽ നടത്തിയ ടെറാക്കോട്ട വർക്ക്ഷോപ്പ് വലിയ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് ഒരിക്കൽ കൂടി ഇത്തരമൊരു ക്യാമ്പ് നടത്തുവാൻ താൽപര്യപ്പെട്ടത്. ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി കാവിടം 2ന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് നിങ്ങൾ ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ പല ആളുകളുടെയും ധാരണ എന്ന് പറയുന്ന ജീവിതം എന്ന് പറയുന്നത് കുറെ സമ്പാദിക്കുകയും കുറെ മരുന്ന് വാങ്ങിച്ചു കഴിക്കുകയും പിന്നീട് മരണപ്പെട്ടു പോകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മരണമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ സന്തോഷകരമാണ് കല, ഭാവന ഉണ്ടാവുക എന്ന് പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാകാൻ ആഗ്രഹിച്ച ഒരാളുണ്ടല്ലോ. എനിക്കൊരു കവിയാകണം, സാഹിത്യകാരനാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ കുട്ടികളെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ രാഷ്ട്രീയത്തിലേക്ക് വന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കവിത എഴുതുമ്പോൾ, പാട്ട് പാടുമ്പോൾ, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിന്റെ അസ്വസ്ഥത പ്രേരിപ്പിക്കുന്ന പ്രത്യേക ആളുകൾക്ക് സമൂഹത്തിൽ. പക്ഷെ നമ്മളുണ്ടാവുന്ന ഒരു കലാസൃഷ്ടി, ഒരു കവിതയാണെങ്കിൽ പോലും അത് നമുക്ക് നൽകുന്ന സന്തോഷം ഏറ്റവും വലുതാണ്. ഏപ്രിൽ 27, 28 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പ് കാണുന്നതിന് പൊതുജനങ്ങൾക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് സിറിൽ P. ജേക്കബ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ കേരള ചിത്രകലാ പരിഷത്ത് നടത്തുന്ന ഈ രണ്ടാമത്തെ കാവിടം ടെറാക്കോട്ട ക്യാമ്പ്, ഇത് 2 ദിവസമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നും നാളെയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ 28ഓളം ചിത്രകാരികളുമായിട്ട് ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഇപ്പം ഈ സെൻറ്ററിൽ വെച്ച് ഇവിടെ വരുന്ന ഈ നാട്ടുകാരായിട്ടുള്ളവർക്കും ഈ ചിത്രകലയോടും ശില്പകലയോടും താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് കാണാനുള്ള അവസരവും ഉണ്ട്. അപ്പോൾ അവർക്ക് ആർട്ടിസ്റ്റ്മാരെ പരിചയപ്പെടാനും അവർ ചെയ്യുന്ന വർക്കുകളുടെ സ്വഭാവവും അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു അവസരത്തോടെയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. കേരള ചിത്രകലാ പരിഷത്ത് ഇപ്പം ഏതാണ്ട് എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുണ്ട്. ഇത് എറണാകുളം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പാണ്. ഏതാണ്ട് 14 ജില്ലകളിലുമായിട്ട് 1000ഓളം മെമ്പേഴ്സ്, ലൈഫ് മെമ്പേഴ്സ് ചിത്രകലാ പരിഷത്തിനുണ്ട്. ഈ പ്രസ്ഥാനം ഗവൺമെൻറ് ഫണ്ടിങ്ങോ മറ്റ് CRS ഫണ്ടിങ്ങോ ഒന്നുമില്ലാതെ ആ ചിത്രകാരന്മാരും ശില്പികളും അവരുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ആണ് ഈ പ്രോഗ്രാംസ് എല്ലാം പങ്കെടുക്കുന്നതും അതിനുവേണ്ട എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്നതും. ഈ മനയിൽ ഒരു 1994 ഈ മന കേരള ലളിതകല അക്കാദമിക്ക് വിട്ടുവച്ചിരുന്നു. അന്ന് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ചെയർമാനും ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ഇതിൻ്റെ ചാർജും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മുനിസിപ്പാലിറ്റി അക്കാദമിക്ക് 20 കൊല്ലത്തേക്കാണ് വിട്ടു തന്നിരുന്നത്. ഞങ്ങൾ 4-5 മേജർ പ്രോഗ്രാംസ് നടത്തി. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ശില്പങ്ങളെല്ലാം, ഈ പുറത്തിരിക്കുന്ന ശില്പങ്ങളും ഇതെല്ലാം അന്ന് ചെയ്താണ്. ലോകപ്രശസ്തരായ 2 വിദേശ ശില്പികൾ ഉൾപ്പെടെ വന്ന് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മൾ സ്ഥാപിച്ച ഒരു ചൂള കിലൻ ആണ് ഇവിടെ ബാക്കിലുള്ളത്, ഇഷ്ടി കൊണ്ടുള്ള. അത് നമ്മൾ ഇപ്പോഴും അത് 30 കൊല്ലമായിട്ടും അതിനൊരു കേടും സംഭവിച്ചിട്ടില്ല. ആ ചൂള തന്നെയായിരിക്കും നമ്മളിപ്പം ഈ ക്യാമ്പിലെ വർക്കുകൾ ചൂടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രശസ്തരുൾപ്പെടെ ജില്ലയിൽ നിന്നും പുറത്തുമായി 30ഓളം ശില്പികൾ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് കാവിടത്തിന്റെ കൺവീനറും കേരള ലളിതകലാ അക്കാദമി സംസ്ഥാന പുരസ്കാര ജേതാവുമായ PP രാജേന്ദ്രൻ കർത്ത അറിയിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച എന്ന് ഞാൻ പറഞ്ഞത്, ഓരോ ജില്ലയിലും കലാരംഗത്തെ, ശില്പരംഗത്തെ, അതുപോലെ കലാസ്വാദനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എല്ലാവർക്കും വലിയ പ്രചോദനമായ വളരെ പഴക്കമുള്ള സംഘടനയാണ് കേരള ചിത്രകലാ പരിഷത്ത്. ഈയിടെയായിട്ട് എറണാകുളം ഓരോ ജില്ലയിലും പരിഷത്തിന് പ്രത്യേക സമിതികളുണ്ട്. ക്യാമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, അങ്ങനെ ചിത്രകലയും ശില്പകലയായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പെരുമ്പാവൂർ നാഗഞ്ചേരി മനയെക്കുറിച്ച് ഈ നമ്മുടെ നാട്ടുകാരിൽ പ്രത്യേകിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ഇത്രയേറെ പഴക്കമുള്ള മനയിൽ ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ട് മുമ്പാണ് ലളിതകലാ അക്കാദമി നാഗഞ്ചേരി മനയിൽ ഒരു ശില്പ ക്യാമ്പ്, ടെറാക്കോട്ട വർക്ക്ഷോപ്പ് നടത്തിയത്. അതിനുശേഷം നമ്മൾ കേരള ചിത്രകലാ പരിഷത്താണ് ഇത്രയും വിപുലമായെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രശസ്തരായ ശില്പികൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മാസം മുമ്പാണ് ഒരു ടെറാക്കോട്ട വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായത്.
എറണാകുളം ജില്ലയിൽ മാത്രമല്ല ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം അങ്ങനെ ഈ രംഗത്ത് പ്രശസ്തരായ ശില്പികളെയൊക്കെ ഉൾപ്പെടുത്തി ഏതാണ്ട് 40ഓളം ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. അതിൽ ഈ പറഞ്ഞ പോലെ വിവിധങ്ങളായ വിഷയങ്ങൾ ജനങ്ങളെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ബാധിക്കുന്ന ശില്പികൾക്കും ചിത്രകാരന്മാർക്കും അനിവാര്യമായിട്ട് പ്രതികരിക്കുന്ന തോന്നണം. ഇപ്പോൾ രോഗാതുരമായൊരു കാലഘട്ടം, സന്തോഷത്തിൻ്റെ കാലഘട്ടം, പ്രതിസന്ധിയുടെ കാലഘട്ടം, ഇങ്ങനെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വിവിധ രംഗങ്ങളിൽ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ മനസ്സിന് തോന്നുന്ന ഒരു ഇമേജ് അത് നമ്മൾ 10 കിലോൻ്റെ ഒരു ക്ലേ കൊടുക്കും, അതുപോലെ ടൂൾസ് കൊടുക്കും. ഈ ടൂൾസിലും ക്ലേയിലും കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൽ ഈ 2 കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു രൂപമാതൃക ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ഒരു ക്യാമ്പിൻ്റെ 1 മാസം മുമ്പ് നടന്ന ആ ക്യാമ്പിൻ്റെ വലിയ വിജയവും പ്രതീക്ഷയാണ്. തുടർന്ന് വീണ്ടും, കാരണം നമ്മൾ ക്യാമ്പ് വന്ന് കണ്ട പലരും നമുക്ക് ഇനി ചിലർ ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ചിലർക്ക് ഇത് എവിടെ എക്സിബിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ശില്പ വിദഗ്ധരെ പങ്കെടുക്കുന്ന പലരും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. കൂടാതെ 3 ആർട്ടിസ്റ്റുകൾ, ശിവദാസ് എടക്കാറ്റുകയിൽ, ഗോപി സംക്രമണം, അതുപോലെ തന്നെ ബേബി മണ്ണത്തൂർ, അങ്ങനെയുള്ളവരെ നമ്മൾ, കാരണം ഇതിനെക്കുറിച്ച് ധാരാളം അറിയുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ അക്കാദമി, ലളിതകലാ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ശില്പരംഗത്തും ചിത്രരംഗത്തും സ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ അംഗീകാരങ്ങൾ കിട്ടിയവരാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു 10-30ഓളം ആർട്ടിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ ക്യാമ്പിൽ വിവിധങ്ങളായ രൂപങ്ങൾ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെയും കൂടി വിജയത്തിന് ശേഷം ഞങ്ങളിത് പ്രദർശനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വലിയ സന്തോഷം, സംതൃപ്തി നൽകിയൊരു പ്രോഗ്രാമായിരുന്നു. ഇതാണ് വലിയ വിജയമായിട്ട് ഈ ക്യാമ്പും മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ശാലിനി ബി മേനോൻ, ഉമാ വെങ്കടേശൻ IRS, ബേബി മണ്ണത്തൂർ, ശാന്ത പ്രഭാകരൻ, ശിവദാസ് എടക്കാട്ടുവയൽ, ആശ ലൈല തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.